നിങ്ങൾ ക്ഷീണിച്ചത് ഞങ്ങളുടെ കുറ്റമാണോ? നിങ്ങളുടെ ശരീരത്തിന് എന്തോ വലിയ രോഗം പിടിപെട്ടു പോയിട്ടുണ്ട്. ആ രോഗം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ രോഗത്തിന് നിങ്ങൾ നടത്തുന്ന ചികിത്സയൊന്നും ഫലിക്കുന്നില്ല. നിങ്ങൾ കുറ്റിപ്പുറത്ത് കോടികളാണ് ചെലവാക്കിയത്. നിങ്ങൾ 10 കോടി രൂപയോളം ചെലവാക്കിയപ്പോഴാ 5 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ട് ജലീൽ എന്ന് പറയുന്ന ഒരു ചെറിയ മനുഷ്യൻ, വലിയ നേതാവാണോ? ആണോ? വലിയ ആളാണോ? ഒന്നുമല്ല. ഒരു പാവപ്പെട്ട ചെറിയ മനുഷ്യൻ, ഒരു പാവപ്പെട്ട വീട്ടിലെ ചെറിയ മനുഷ്യൻ. പക്ഷേ കുറ്റിപ്പുറത്തെ മതയാനെ ആ ചെറിയ മനുഷ്യൻ, ആ മതയാനയുടെ മസ്തിഷ്കം തകർത്ത് താഴെയിട്ടിട്ട് അതിന്റെ മേളിൽ കയറിയ ചെറിയ മനുഷ്യൻ ഇരുന്നു. ഞങ്ങളുടെ കുറ്റമാണോ? E.T. മുഹമ്മദ് ബഷീർ എന്ന മഹാമേരു തോറ്റത് ഞങ്ങളുടെ കുറ്റമാണോ? M.K. മുനീർ എന്ന പാട്ടുകാരൻ, സിനിമക്കാരൻ, നന്നായി പാട്ട് പാടുന്ന ആള്, നന്നായി സിനിമയിൽ അഭിനയിക്കുന്ന ആള്, ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് വരെ സിനിമയിൽ അഭിനയിക്കുന്ന, ഒരുപാട് നല്ല പെണ്ണുങ്ങളുമായി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മനുഷ്യൻ, മഹാനായ C.H. മുഹമ്മദ് കോയ എന്ന നല്ല മനുഷ്യന്റെ പുണ്യമോനായി ജനിച്ചു പോയ മനുഷ്യൻ, ആ M.K. മുനീർ തോറ്റത് ഞങ്ങളുടെ കുറ്റമാണോ? ഞങ്ങളാണോ തോപ്പിച്ചത്? ചരിത്രത്തിൽ ആദ്യമായിട്ട് മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി താഴ്ന്നത് ഞങ്ങളുടെ കുറ്റമാണോ? ഞങ്ങൾ അതിലൊരു ചെറിയ സേവനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറ്റം നിങ്ങളുടേതാ, നിങ്ങളുടെ കുറ്റം. നിങ്ങളാണ് കുഴപ്പക്കാർ. ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തകർന്ന് തരിപ്പണമായി വീഴുമ്പോൾ നിങ്ങൾ അതിനെതിരെ ശബ്ദിച്ചില്ല, നിങ്ങൾ ചെറുവല്ലനക്കില്ല. ജനം നിങ്ങളെ കൈവടിഞ്ഞു. നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ ഇബ്രാഹിം സുലൈമാൻ സേഠു സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, ആ മനുഷ്യൻ വരെ നിങ്ങളെ കൈവടിഞ്ഞു. അഖിലേന്ത്യാ പ്രസിഡന്റ് കൈവടിഞ്ഞു, ജനം കൈവടിഞ്ഞു. ഞങ്ങളുടെ കുറ്റം. ഞങ്ങളാണോ അധ്യാപകനെ ചവിട്ടിക്കൊന്നത്? ഞങ്ങളാണോ അധ്യാപകനെ ചവിട്ടിക്കൊന്നത്? ഞങ്ങളാണോ അധ്യാപകനെ ചവിട്ടിക്കൊന്നതിനെതിരെ സാക്ഷി പറഞ്ഞാൽ അവനെ കൊന്നുകളയുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് സെക്രട്ടറിയെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിച്ചത് ഞങ്ങളാണോ? ഞങ്ങളാണോ? മഹാനായ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന പുണ്യപൂമാന്റെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞുവിനെ നടുറോഡിലിട്ടോ പീസായി വെട്ടിക്കൊന്നത് ഞങ്ങളാണോ? ഏറ്റവും അവസാനം ഞാനിരിക്കുന്നത് പാണ്ടിക്കാടാണ്. സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയുടെയും മഹാനായ അലി മുസ്ലിയാരുടെയും വെളിയങ്കോട് മർക്കാളിയുടെയും അമ്പന്തങ്ങളുടെയും ഒക്കെ മണ്ണായ ഈ മണ്ണിൽ നിന്ന് പോയിട്ട് അമേരിക്കയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് ഞങ്ങളാണോ? ഏതമേരിക്ക? 5 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങളെ ഇറാഖിൽ ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ അമേരിക്ക, ലക്ഷക്കണക്കിന് നിരപരാധികളെ ഇറാഖിന്റെയും അഫ്ഗാന്റെയും തെരുവോരങ്ങളിൽ കൊന്നൊടുക്കിയ അമേരിക്ക, ലോകത്തിന്റെ നാനാഭാഗത്തും കിരാതമായ അക്രമം അഴിച്ചുവിട്ട അമേരിക്ക, പിറന്നു വീണ നാടിന്റെ മോചനത്തിന് വേണ്ടി രക്തസാക്ഷികളാവുന്ന ഫലസ്തീന്റെ പൊന്നുമക്കളുടെ കരൾ രക്തം കുടിച്ച് ദാഹം തീർക്കുന്ന ഇസ്രായേലിനെ താങ്ങി നിർത്തുന്ന അമേരിക്ക, ആ അമേരിക്കയ്ക്ക് അനുകൂലമായി ആണവ കരാറിൽ ഒത്തുവെച്ച ഒരേ ഒരു MP ഈ സംസ്ഥാനത്തുനിന്ന് പോയത് ഞങ്ങളുടെ കുറ്റമാണോ? നിങ്ങളുടെ MP അമേരിക്കയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് ഞങ്ങളുടെ കുറ്റമാണോ? ആ MP തന്നെ നിങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കിയത്? അമേരിക്കയ്ക്ക് അനുകൂലമായി കേരളത്തിൽ നിന്ന് ഒരൊറ്റ MP വോട്ട് ചെയ്തത് ഫലസ്തീന്റെ തെരുവോരങ്ങളിൽ പെടഞ്ഞു വീണു മരിക്കുന്ന ആയിരങ്ങളെ മറന്നുകൊണ്ട്, ഇറാഖിൽ കൊല്ലപ്പെടുന്ന ലക്ഷങ്ങളെ മറന്നുകൊണ്ട്, അബൂഗരീബിലെ തടങ്കൽ പാളയത്തിലും ഗോണ്ടനാമയിലെ തടങ്കൽ പാളയത്തിലും പീഡനം ഭരിക്കുന്ന 10,000 മറന്നുകൊണ്ട്, ലോകത്തിന്റെ നാനാഭാഗത്തും അക്രമം അഴിച്ചുവിടുന്ന കോടിക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് ഞങ്ങളുടെ കുറ്റം. ഇതൊക്കെ നിങ്ങളുടെ കുറ്റം. ഇതുവരെ നിങ്ങൾ ചെയ്തതിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടി. ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടും. മഞ്ചേരി മലപ്പുറമായി, പൊന്നാനിയായി നിൽക്കുന്നു. രണ്ടിടത്തുനിന്നും കോണി മലപ്പുറത്തിന്റെ മക്കളെടുത്തിട്ട് അറബിക്കടലിന്റെ അഗാധതയിലേക്ക് വലിച്ചെറിയും. യാതൊരു സംശയവും വേണ്ട.